നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഡയറക്റ്റ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ്, ലെസ് കോണ്ടാക്റ്റ് ആണ്, നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ. ഐസൊലേഷൻ, കണ്ടീഷനിങ്, Fool, silence, abundance. ഫ്ലവറിങ് ആണ് കേട്ടോ. ശരിക്കും അത് അബണ്ടൻസ് എന്ന് എന്തുകൊണ്ട് എൻ്റെ വായി വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ദി ഡ്രീം, ദി മൈൻഡ്, consciousness, moment to moment, innocence. എനർജി കണ്ടിട്ട് ഭയങ്കരമായിട്ടും ചിരി വരും. ഓക്കെ, സി ഇവിടെ ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരുടെ കറണ്ട് സിറ്റുവേഷൻസിൽ ഇവർ ഭയങ്കരമായിട്ടും ഐസൊലേഷൻ ഫേസിലേക്കാണുള്ളത്. ഐസൊലേഷൻ പീരീഡിലാണ് ഇവരിപ്പോൾ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് എന്താ പറയുക, വല്ലാത്തൊരു ഐസൊലേഷൻ ഫേസിലാണ്. ലൈക്ക് അവിടെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഇന്നസെൻസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അറിയാൻ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആ ഒരു ഇന്നസെൻസ്, ആ ഒരു എനർജിയാണ് ഇവർക്ക് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് നമുക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണാൻ പറ്റുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഇവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ഇന്നോസെൻ്റ് ആണ്, നിങ്ങൾ വളരെ ജെനുവിൻ ആയിരുന്നു, ലോയൽ ആയിരുന്നു എന്നൊക്കെ ഉള്ള ഒരു എനർജി. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ലോയൽ ആയിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നിട്ടില്ല എന്നുള്ളൊരു രീതിക്കുള്ള കുറേ ചോദ്യങ്ങൾ ഇവരുടെ മൈൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവിടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഈ കാർഡ് വന്നപ്പോഴാണെങ്കിൽ പോലും, ഈ ഒരു കോൺഷ്യസ്നെസ് ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഐസൊലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നുള്ളത്. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ളൊരു എനർജിയിലേക്ക് ഇവർ വരികയാണ്. ഇവർക്ക് മനസ്സിലാവുകയാണ് നിങ്ങളുടെ ആ ഒരു വർത്ത്, നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായി തുടങ്ങുകയാണ് ഈ ഒരു വ്യക്തിക്ക്. എക്സാക്റ്റ് നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തത്. ഇപ്പം സെപ്പറേഷൻ ഫേസ് ഒക്കെ എല്ലാവരും പറയൂ, സെപ്പറേഷൻ ഫേസ് ആയല്ലോ എന്നെല്ലാവരും പറയാറുണ്ട് മിക്കപ്പോഴും. പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വ്യക്തിക്ക് നമ്മളുടെ വർത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു സമയം എന്ന് പറയുന്നത് ഐസൊലേഷൻ ഫേസ് ആയിരിക്കും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന ടൈമിലാണ് ശരിക്കും നമ്മളുടെ ആ ഒരു പ്രസൻസും ആബ്സെൻസും ആ ഒരു വ്യക്തി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു എനർജി അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു എനർജീസ് ആണെങ്കിൽ അത് ആ ഒരു റിലേഷനിൽ പിന്നീടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു ഐസൊലേഷൻ ഫേസിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഓർത്ത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസ് ആ ഒരു വ്യക്തി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഒരു എനർജി അവർക്ക് റിയലൈസ് ആവുകയാണ്. അതില്ലാത്ത ആളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല എന്നുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ എത്ര സെപ്പറേഷൻ ഫേസിൽ പോയാലും ഒരു റിട്ടേൺ വരുമോ, ആ ഒരു എനർജിയിലേക്ക് നിൽക്കത്തില്ല. ശരിക്കും ഇവർക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാവുകയാണ് ഈ ഒരു ടൈമിൽ. ശരിക്കും നിങ്ങൾ ആ ഒരു കണ്ടീഷനിങ്ങിൽ നിന്നുള്ളൊരു എനർജിയിൽ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം കണ്ടീഷൻ ചെയ്തിട്ടുണ്ടാവും ഈ റിലേഷൻ. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം, മെസ്സേജ് അയക്കണം, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഒത്തിരി അധികം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ
എല്ലാത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു വ്യക്തി ചെയ്യാത്തത് കൊണ്ട്, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളെ ചൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരിക്കും ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ലിറ്ററലി ഞാനൊരു ലയനാണെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തി കിങ് ഓഫ് പെൻഡക്കിളാണെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി വന്ന് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഒരു ഇമോഷൻസ് ഉണ്ട്, ഇവരുടെ ഉള്ളിലും ഫീലിങ്സ് ഉണ്ട്, ഇവർക്കും സ്നേഹിക്കാനായിട്ടൊരു മനസ്സുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ആവുകയാണ്, ഇവർക്കത് മനസ്സിലാവുകയാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ, നമ്മൾ അതുവരെ ശരിക്കും എന്താ പറയുക, അതുവരെ നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അതൊന്നും ഇല്ലാണ്ടായി പോകുന്നൊരു എനർജി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു വ്യക്തിയാണെങ്കിലും ഇവരെന്തോ വലിയ സംഭവമാണ്, നിങ്ങളില്ലെങ്കിൽ ഇവർക്ക് നിൽക്കാൻ പറ്റും, ഇവരുടെ ലൈഫിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾ പോയ ആ ഒരു മൊമെൻറ്റിൽ അവർക്ക് മനസ്സിലായി, നിങ്ങളില്ലെങ്കിൽ ഇവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല, നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു നിലനിൽപ്പില്ല, ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ടേക്ക് ലൈഫിൽ പോകാനായിട്ട് ഇവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളൊരു റിയലൈസേഷനാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി മാക്സിമം ഇപ്പോൾ ഉള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഇനി ഒരു ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അയാൾ നിൽക്കുകയാണ്. ആ ഒരു വ്യക്തി ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർ ഒരു ഗ്രോത്ത് ഉണ്ടോ, ഇനി ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈലൻസിൻ്റെ ഈ ഒരു ടൈമിൽ, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിക്ക് നിങ്ങളെ ഒരു നമ്മൾ പറയത്തില്ലേ സോൾ ടു സോൾ കണക്ഷൻ എന്നൊക്കെ ഫീൽ ചെയ്യത്തില്ല. അതായത് അങ്ങനെ ഡിവൈനായിട്ട് നിങ്ങളെ കൊണ്ട് കൊടുത്താണ് ഈ ഒരു വ്യക്തിക്ക്. ശരിക്കും നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇവർ കംപ്ലീറ്റ് അല്ല, ഇവർ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് ആവില്ല എന്നുള്ളൊരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലേസിനെസ്സിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാം. ഈ ലേസിനെസ്സിൻ്റെ കാർഡ്സ് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എല്ലാം അറിയാം, എല്ലാം അറിഞ്ഞിട്ടും ഈ ഒരു എനർജിയിലേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വ്യക്തി. ശരിക്കും ആൾ സെൽഫ് ലവ് ചെയ്യുന്നു, നോക്കാം മുന്നോട്ട് പോകുമ്പോൾ നോക്കാം എന്താവുമെന്ന് നമുക്ക് നോക്കാം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ എടുത്ത് ചാടി എന്തായാലും അങ്ങോട്ടേക്ക് പോകണ്ട. ശരിക്കും ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല എങ്ങനെ ഏത് തരത്തിൽ ഈ ഒരു കണക്ഷനെ ഇനി വീണ്ടും തിരിച്ചു പിടിക്കും, എങ്ങനെ ഈ ഒരു കണക്ഷനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. അതാണ് ഇവരുടെ സൈലൻസിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ ഇവർക്ക് വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടോ ഒന്നും അല്ല. എപ്പോഴും എല്ലാ സൈലൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ നിങ്ങളെ ഒഴിവാക്കുന്നതൊന്നും ആവണം എന്നില്ല. ചില സമയത്ത് ഹേർട്ട് ആവുന്നത് കൊണ്ടാവും, ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാവും. അപ്പോൾ എല്ലാ സൈലൻസിനെയും നമുക്കൊരൊറ്റ വാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പലരുടെയും സിറ്റുവേഷൻസ് വേറെ ആയതുകൊണ്ട് പലരുടെയും സൈലൻസിൻ്റെ മീനിങ്സും വേറെ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി വിടുന്ന ആളുകളുണ്ടാവും, ഒഴിവാക്കാറുണ്ട് ആളുകൾ സൈലൻസ് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയതിന് ശേഷം അവരുടെ തന്നെ ഓൾറെഡി ഒരു പ്രശ്നങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ തിരിച്ചെങ്ങനെ കൊണ്ടുവരും എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു എനർജി എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളത്. ന്യൂ മൂൺ ആയിരുന്നല്ലോ ഇന്നലെ, നമുക്ക് ഗൈഡൻസ് നോക്കാം എന്തെങ്കിലും എനർജി ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ. ഇവിടെ മൂണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂ മൂണിൻ്റെ ഒരു പക്ഷേ ഇത് മൂണിൻ്റെ എനർജീസും ആകാം. ഇന്നലെ ഒരു ഐസൊലേഷൻ ഇന്നലെയൊക്കെ ആയിട്ട് മൂണിൻ്റെ എനർജീസ്, ന്യൂ മൂൺ എക്ലിപ്സിൻ്റെ എനർജീസാണ്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ചസ് എന്നുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇത് ഇവിടെ ലൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നിങ്ങൾക്ക് ശരിക്കൊരു ന്യൂ മൂൺ എനർജീസാണ്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ചസ് എന്നുള്ളൊരു എനർജീസാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു പവർഫുൾ ചേഞ്ചസ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ടൈമിൽ കാണാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ന്യൂ മൂണിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഈ റിലേഷനിൽ ഇത്രയും ഈ ഒരു വ്യക്തി ഐസൊലേഷൻ ഫേസ് ചെയ്ത് പോയതും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ന്യൂ മൂണിൻ്റെ എനർജി കൊണ്ടാണെന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസാണ്, എന്ത് ആൻസറാണോ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് വേണ്ടത്, ആ ഒരു ആൻസേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ദ ആൻസർ യു നീഡ്സ് ആർ കമ്മിങ്. ജെമിനി എനർജീസ് ആണ്, ക്ലാരിറ്റിയാണ് ജെമിനിയെ കാണിക്കുന്നുള്ളത്. സോ ക്ലാരിറ്റി, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്? ഈ ഒരു ടൈമിൽ നിങ്ങൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യാനാണ് പറയുന്നുള്ളത്. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് കോൺഫിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസ് ആണ് ഈ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സക്സസിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കോൺഫിഡൻസ് ആണെന്നാണ് പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് എന്നാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൻ എനാബിൾ ചെയ്യുക. ബെലൈക്കൻ എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.